അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മിസോറാമിലെത്തിയിട്ട് നമുക്കൊരു സ്റ്റേ കിട്ടിയ സ്ഥലം ഉണ്ടായി കാണുന്നത്. ഇത് YMA എന്ന് പറയും, യങ് മിസോ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തൊക്കെ ആവശ്യം സൊസൈറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ്. അപ്പോൾ അവരുടെ ഒരു പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്നിരിക്കുക, അതിനകത്തേക്ക് ഇന്ന് താമസിക്കാൻ സ്ഥലം തന്നത്. എന്നിട്ട് ഇന്ന് കാലത്ത് ഇപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ ഞാൻ പള്ളി പോകാൻ വേണ്ടി നിൽക്കുക. അവിടുത്തെ പള്ളി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഡോറ് ലോക്ക് ചെയ്തേക്കണമെന്ന് കാണിച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഡോറ് ലോക്ക് ചെയ്ത് വെച്ചേക്കണത്. ഡോറ് തുറന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ ഉറപ്പായിട്ട് ഞെട്ടും. ഈ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ. അപ്പോൾ എത്ര ദൂരത്ത് നിന്ന് നമ്മൾ കാണുന്നതെന്ന് നമുക്ക് ആലോചിച്ച് നോക്ക്. മിസോറാമിലെ ഒരേ ഒരു എയർപോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വളരെ ഹൈറ്റിലാണ്. അപ്പുറത്തൊക്കെ കോട മൂടി നിൽക്കണം എല്ലാവിടെയും. ഇതാണ് ഈ ഡോറിൻ്റെ ഉള്ളിലാണ് ഞാൻ നിന്ന സ്ഥലമുള്ളത്. പിന്നെ നമ്മൾ വണ്ടി വെച്ചേക്കണത് ഇതാ താഴെ എവിടെയാണ് നമ്മൾ വണ്ടി വെച്ചേക്കണത്. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഭയങ്കര മഴയും കോടയും. നിങ്ങൾക്ക് ഫോണിൽ കൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ, നല്ല ഫോഗാണ്. വരുന്ന വഴിക്ക് മഴയായിട്ട് ഞാൻ ഒരു വീട്ടിൽ നിന്നൊരു കുട മേടിച്ചു. കുറേ നേരം കയറി നിന്നു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മഴ മാറില്ല എന്ന്. അങ്ങനെ ഒരു കുടയും മേടിച്ചിട്ട് ഇറങ്ങി. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിവിടെ മിസോറാമിൽ ഒരു പള്ളിയിൽ എത്തിയിട്ടോ. പള്ളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് പള്ളി. പള്ളിയുടെ പേരാണ് പെബസ്ട്രിയൻ കൊഹ്റാൻ എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഷിപ്പിയർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കോടയാണ്, ഭയങ്കര ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് തന്നെ. അപ്പോൾ പുറമേ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച. ഈ മതിലിൻ്റെ അപ്പുറത്തൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ശരിക്കും പറഞ്ഞാൽ അടിച്ചു കൂട്ടും. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഫുള്ള് മേഘങ്ങളുടെ അടിയിൽ, അതായത് മലകളുടെ മുകളിലാണ് മേഘങ്ങളുള്ളത്. അപ്പം നമ്മൾ പള്ളിയുടെ ഒരു സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. നിറച്ച ആൾക്കാരുണ്ട് ഇന്ന് പള്ളിയിൽ. പിന്നെ ഇവിടുത്തെ പള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ എന്താ കണ്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും കോട്ടും സ്യൂട്ടുമാണ് ഈ പള്ളിയിൽ ഇട്ടിട്ട് വരുന്നത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇവിടുത്തെ ആചാരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവർ റെസ്പെക്ട് ചെയ്യണത് അങ്ങനെയായിരിക്കാം. അവർ ഒരാൾ പോലും ബനിയനിട്ട് വന്നേക്കണത് കണ്ടിട്ടില്ല. ഞാനൊരു ബനിയനിട്ടിട്ടാണ് പോയേക്കണത് പള്ളി. ഈ കാണുന്നതാണ് പള്ളിയുടെ പള്ളിമണി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സാധാരണ സ്കൂൾ ബെല്ലൊക്കെ അടിക്കില്ല, എന്നപോലത്തെ ഒരു ബെല്ലിലാണ് ഇവിടുത്തെ പള്ളിമണി. പള്ളിയുടെ ചുറ്റും കോട കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. കോട മാത്രമല്ല, ഇടക്കം മഴകളും നല്ലോണം ചാറുന്നുണ്ട് കേട്ടോ കോടയിൽ കൂടെ. ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ പള്ളി വരാന്ത കാണില്ല. ആകെ പൂമുഖത്ത് മാത്രമാണ് പള്ളി വരാന്തയുള്ളൂ. സൈഡുകളിൽ നമ്മളിങ്ങനെ കസേര ഇട്ടിരിക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലം മാത്രമേ. നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ പള്ളി പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ കുറച്ചുണ്ടാവും. അതായത് ഇത്തിരി തരികേട് കാണിക്കുന്ന കുറച്ച് പിള്ളേർ. അതേ കൂട്ടത്തിൽ ഒരുത്തിനാട്ടവൻ. ഇപ്പം ഭയങ്കര ഇവൻ്റെ അമ്മേനെ കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ കേട്ടോ. പുള്ളിക്കാരൻ്റെ അമ്മയുടെ ബാഗ് എടുത്തിട്ടാണ് ഫുള്ള് കളി. ബാഗ് കൊണ്ട് അങ്ങോട്ട് ഓടും, അപ്പം അമ്മ പുറകോടും, പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വരും. ലാസ്റ്റ് അമ്മ കണ്ടുപിടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പം അങ്ങനെ അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിക്കാൻ കേട്ടോ. അമ്മ നോക്കി നിൽക്കുക, ഇനി അവൻ എന്ത് ചെയ്യണേന്ന് കാണണമല്ലോ. അപ്പോൾ അവൻ പുതിയ അടവെടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് ബാഗ് തന്നെ തിരിച്ചു കൊടുത്ത് അതേ സെക്കൻഡ് ഇതാ പിന്നെ അവന്. ഇതൊക്കെയാണ് പള്ളിയിലെ ഒരു രസകരമായ കാഴ്ചകളൊക്കെ. ഇവരുടെ ലാംഗ്വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോ ഉണ്ടാ. മിസോ ഭാഷയിൽ തന്നെയാണ് പ്രാർത്ഥനയെല്ലാം. അപ്പോൾ അതൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. ഇവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനത്തെ ചില ടൈപ്പുള്ള വാക്കുകളൊക്കെ ഇവർ ഉപയോഗിക്കും. ഈ ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ ഭാഷ പോലെ തോന്നുന്നുണ്ടോ ചില സമയത്ത് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണോ. ആ സമയത്ത് പള്ളി കഴിയുമ്പോൾ തന്നെ കുറേ പേര് പോയി. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പള്ളിയിലുള്ളൂ. ഇതിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. നമുക്ക് ഇന്നലെ റൂം സെറ്റാക്കി തന്ന സുനുനു എന്ന് പറയുന്നൊരു ബ്രദറാണ്. പുള്ളിക്കാരനാണ് നമുക്ക് പള്ളിയിൽ വരാനൊക്കെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് വന്നോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. കാര്യം നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആളെ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി പള്ളിയുടെ മറ്റൊരു വശത്തെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്രയും അടിപൊളി വ്യൂ ആണ് ഈ പള്ളിയുടെ സൈഡിൽ നിന്ന്. ഇത്രയും ഹൈറ്റിലുള്ള ഒരു പള്ളി ഞാൻ ഇന്നേരെ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും മനോഹരമായ മിസോറാമിലെ കാഴ്ചകൾ ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.